ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് സെപ്റ്റംബർ 9. ഇന്ന് ഞാൻ റാഗി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകിയിട്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ചൊരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ചെളിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. നമ്മൾ മുളപ്പിച്ച റാഗിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പടി റാഗി ഒരു 6-7 പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയായിട്ട് വെള്ളം മാറി, അതായത് ആ വെള്ളത്തിൻ്റെ കറുപ്പ് കളറ് തെളിയുന്നിടം വരെ, അത്രയുമാണ് നമ്മുടെ കണക്ക്, കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു ദിവസം 1-1.5 ദിവസത്തോളം ഇതൊരു തുണിക്കകത്ത് കെട്ടി വെക്കണം മുളച്ച് പൊങ്ങാനായിട്ട്. അതിനുശേഷം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയ ശേഷമാണ് പൊടിച്ചിട്ട് നന്നായിട്ട് വാർത്തെടുക്കുന്നത്. അപ്പോൾ മുളപ്പിച്ച റാഗിപ്പൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഒരു സമയം നമുക്ക് 5 കിലോയിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രയാണ് എനിക്ക് മാക്സിമം, എനിക്ക് അത്രയാണ്. അതായത് ഒരാഴ്ച എനിക്ക് 5 കിലോയിൽ കൂടുതൽ റാഗി ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് മാത്രമല്ലല്ലോ, ചോളത്തിൻ്റെയൊക്കെ പൊടി ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ കഴുകിയെടുത്ത് ഉണക്കി പൊടിപ്പിക്കണ്ടേ. അപ്പോൾ മുളപ്പിച്ച റാഗിപ്പൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടേക്കണേ. ആദ്യത്തെ തവണ റാഗി കഴുകിയതിന് ശേഷമുള്ള വെള്ളമാണ് ഇത്, മുഴുവൻ ചെളിയാണ്. ഇതാണ് ആദ്യത്തെ തവണ റാഗി കഴുകിയപ്പോൾ കിട്ടിയ വെള്ളം. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റിയിട്ട് കഴുകുവാണ്. രണ്ടാമത്തെ പ്രാവശ്യം കഴുകുമ്പോഴും അതുപോലെ തന്നെ വെള്ളം അത്രയും ചെളിയാണ്. നമ്മൾ നന്നായിട്ട് കഴുകാതൊന്നും ഇത് റാഗി പൊടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, അഴുക്കല്ലേ നമ്മുടെ വയറ്റിലോട്ട് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ വാഷാണേ. എങ്കിൽ തന്നെ നോക്കിക്കുക ഇതിൽ ചെളി എത്രയുണ്ടെന്ന്. ഇനി ഇതിപ്പോൾ മൂന്നാമത്തെ വാഷിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ മൂന്നാമത്തെ വാഷിലും ഈ വെള്ളം തെളിയത്തില്ല, അപ്പോഴും അഴുക്ക് തന്നെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടല്ലേ, വീണ്ടും ചെളി തന്നെയാണ്. ഇപ്പം നമ്മൾ 3 വാഷ് ചെയ്തതാണ്. ആ 3 വാഷിലും എന്നിട്ടും വെള്ളം തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ റാഗിയിലെ ചെളി എത്രയാണ്. ഞാനിത് എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഞാനിത് കാണിക്കാൻ കാരണം എനിക്ക് നേരത്തെ വന്നൊരു കമൻറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായ ഒരു കസ്റ്റമറുടെ ഒരു കമൻറ്റാണ്. കാരണം ഇത് ഇങ്ങനെ കാണിക്കണം. നമ്മളിപ്പോൾ ഞാൻ 1-2 പേരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയുന്നില്ല, ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞെന്ന് വെച്ചിട്ടാണ് കാര്യമാക്കണ്ട, തനിക്കറിയാമല്ലോ, ഞങ്ങൾക്ക് തന്നെ വിശ്വാസമാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് എത്ര പറഞ്ഞാലും, എത്ര പോയി എന്ന് നമ്മൾ പറഞ്ഞാലും അതിങ്ങനെ മനസ്സിൽ കിടക്കും. ഭയങ്കര വിഷമമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്ത്